നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വമ്പൻ ട്വിസ്റ്റാണ് അവസാന നിമിഷത്തിൽ നടന്നത്. അങ്ങനെ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ കിടിലൻ ബൈസിക് ഗോളിലെ രക്ഷപ്പെട്ടു പോയി. എക്സ്ട്രാ ടൈമിലേക്ക് കളി നീട്ടിയെടുത്ത് അവിടെ വിജയ ഗോൾ കണ്ടെത്തി ഇംഗ്ലണ്ട് ഇതാ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. സ്ലൊവാക്യയുമായിട്ടുള്ള മത്സരം ഇംഗ്ലണ്ട് പരാജയത്തിന്റെ വക്കിൽ നിന്നാണ് തിരികെ പിടിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു മത്സരം തന്നെയായിരുന്നു അത്. കളിയിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ നേടിയത് ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നുമാണ്. സ്ലൊവാക്യയുടെ ഗോളിൽ ഐവൻ ഫ്രാൻസിന്റെ വകയായിരുന്നു. മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാരി കെയ്ൻ, ബുക്കായോ സാക്ക, ജൂഡ് ബെല്ലിംഗ്ഹാം, ഫിൽ ഫോഡൻ എന്നിവരൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ഐവൻ ഫ്രാൻസിനെ തന്നെയാണ് സ്ലൊവാക്യ തങ്ങളുടെ മുന്നേറ്റങ്ങളുടെ കുന്തമുനയാക്കിയത്. കളിയുടെ 25-ാമത്തെ മിനിറ്റിൽ മനോഹരമായ ഒരു നീക്കത്തിൽ നിന്നാണ് ഐവൻ ഫ്രാൻസ് സ്ലൊവാക്യക്ക് ലീഡ് നേടിക്കൊടുക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്ന് ഗോളിലേക്കുള്ള ശ്രമം പോലും കൃത്യമായിട്ടുണ്ടായിരുന്നില്ല. ഏകപക്ഷീയമായ ഒരു ഗോൾ സ്ലൊവാക്യ മുന്നിൽ. രണ്ടാം പകുതിയിൽ പക്ഷേ ഓൾ ഇംഗ്ലണ്ട് ആയിരുന്നു. ഇംഗ്ലണ്ട് ഗോൾ മടക്കാനുള്ള ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ. അതിനിടക്ക് ഫിൽ ഫോഡൻ പന്ത് വലയിലേക്ക് എത്തിച്ചു. അദ്ദേഹം ആഘോഷമൊക്കെ നടത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വാർ ചെക്ക് ചെയ്ത ശേഷം ഓഫ് സൈഡ് ആണ് എന്ന് വിധിക്കപ്പെട്ട് ഗോൾ ഡിസലൗ ചെയ്യുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ നീക്കങ്ങൾ വലയിലേക്കില്ലേ, ഒറ്റ ഗോളിന് പുറത്താകുമോ എന്ന് തോന്നിച്ച നിമിഷങ്ങൾ. 80 മിനിറ്റിനോട് അടുത്ത ആ ഒരു സമയത്ത് ഡെക്ലാൻ റൈസിന്റെ ഒരു കിടിലൻ ഷോട്ട് പോസ്റ്റിലടിച്ച് മടങ്ങുന്ന നിരാശജനകമായ കാഴ്ച. ഇല്ല, ഇംഗ്ലണ്ട് പുറത്തേക്കാണ് എന്ന് തോന്നിച്ച ഘട്ടത്തിലുണ്ടല്ലോ 90 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിലാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ബൈസിക്കിൾ കിക്ക് വലയിലേക്ക് കയറുന്നത്. എത്ര മത്സരങ്ങളിൽ റയലിന് അവസാന ഘട്ടത്തിൽ ഗോളും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം. ഇതാ ഇംഗ്ലീഷ് ദേശീയ ടീമിനായിട്ടുള്ള അദ്ദേഹത്തിന് 5-ാമത്തെ ഗോൾ പിറക്കുന്നു. ആ ഒരു ഗോളിലൂടെ ഇംഗ്ലണ്ട് തങ്ങളുടെ സമയം നീട്ടിയെടുത്തു. പിന്നെ എക്സ്ട്രാ ടൈമിൽ തുടക്കത്തിൽ തന്നെ ഹാരി കെയ്ൻ ഗോൾ അടിച്ചതോടെ മത്സരം 2-1 ലീഡിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയൊക്കെ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇംഗ്ലണ്ട് ആ ലീഡും കൊണ്ട് കടന്നു പോകുന്നു. പിന്നെ ബെല്ലിംഗ്ഹാമിനെയും കെയ്നെയും ഒക്കെ പിൻവലിക്കുന്നു. ഒടുവിൽ 2-1 ലീഡ് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ ടീം ഇതാ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓൺ ടാർഗറ്റിലേക്ക് ഉതിർത്ത് 2 ഷോട്ടുകളാണ്. ആ രണ്ടും ഗോളായി എന്നുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.